മരണത്തെക്കാളും ബലമുള്ള ബന്ധത്തിൽ നിന്നിൽ ഞാനായല്ലോ. മരണത്തെക്കാളും ബലമുള്ള ബന്ധത്തിൽ നിന്നിൽ ഞാനായല്ലോ. ഒന്നിനും മാറ്റാൻ കഴിയാതെ വണ്ണം യേശുവിൽ ഞാൻ അലിഞ്ഞു. ഒന്നിനും മാറ്റാൻ കഴിയാതെ വണ്ണം യേശുവിൽ ഞാൻ അലിഞ്ഞു. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന മനോഹരമായ വചനം മത്തായി സുവിശേഷം 6:9. ഒന്ന് ശ്രദ്ധിച്ചോട്ടെ. നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിക്കുവിൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നമ്മുടെ ഈ ദിവസങ്ങളിലൊക്കെ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നൊക്കെയായിരുന്നു. അപ്പോൾ അതിനകത്തൊക്കെ ചില നിർദ്ദേശങ്ങൾ പോലെയായിരുന്നു. പക്ഷേ നമ്മുടെ കർത്താവ് എപ്പോഴും കുറേ നിർദ്ദേശങ്ങൾ മാത്രം തരുന്നവൻ അല്ല, എന്ത് ചെയ്യണമെന്നും പറയുന്നൊരു നല്ല ദൈവമാണ്. ആമേൻ. താങ്ക് യു ജീസസ്. സജഷൻ്റെ ദൈവമല്ല, സൊല്യൂഷൻ്റെ ദൈവമാണ്. ആമേൻ. അങ്ങനെ പ്രാർത്ഥിക്കരുത്, ജൽപ്പണം ചെയ്യരുത് എന്നൊക്കെ പറയുമ്പോൾ പിന്നെ നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എങ്ങനെ? ദൈവത്തിന് മറുപടിയുണ്ട്. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിക്കും: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. എൻ്റെ ദൈവമേ, ലോകത്തിലുള്ള എല്ലാ അഭിഷിക്തന്മാരും പ്രസംഗിച്ചിട്ടും ആ ദൂതിൻ്റെ ആഴം ഇന്ന് തീർന്നിട്ടില്ല. ആമേൻ. ഇങ്ങനെ പ്രാർത്ഥിക്കുക. എങ്ങനെ പ്രാർത്ഥിക്കേണ്ടത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അപ്പോൾ യേശുവാണ് പ്രാർത്ഥനയുടെ ആഴങ്ങൾ പറഞ്ഞത്. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ബന്ധമാണ്. ആമേൻ. ഏത് ബന്ധം? അപ്പനും മകനും തമ്മിലുള്ള ബന്ധം. ഭൂമിയിലുള്ള ഏറ്റവും നല്ല ബന്ധം അതിലൊരു ബന്ധമാണ് അപ്പനും മകനുള്ള ബന്ധം. ആ ബന്ധത്തിലായിരിക്കണം പ്രാർത്ഥന. ഒരു അപ്പനും മകനും തമ്മിലുള്ള ബന്ധത്തിൽ എന്ത് ഫ്രീഡമാണ്, എന്ത് സന്തോഷമാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിനകത്ത് ഭയങ്കര വേദനകളും ഭാരങ്ങളും വരുമ്പോൾ ഞാൻ വേദനകളും ഭാരങ്ങളും ഒന്നുമല്ല അധികം പറയുന്നത്, അപ്പാന്ന് വിളിക്കും. അതിന് പലപ്പോഴും കണ്ടിട്ടുണ്ട്, അപ്പാന്ന് വിളിക്കും. അവിടെ എൻ്റെ എല്ലാ വേദനകളും അലിഞ്ഞു പോകും. അത് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ആ വിളിക്കുമ്പോൾ എനിക്കറിയാം ഞാൻ വിടുവിക്കപ്പെടുകയാണ്. സ്തോത്രം. ഒറ്റ വിളി മതി, വിടുതൽ നടക്കും. അപ്പാ, ആമേൻ. ഇവണ്ണം പ്രാർത്ഥിപ്പീൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ തന്നെ ഭൂമിയിലുമാകണമേ. എന്താ വാക്കുകളൊക്കെ അർത്ഥം? നിന്റെ നാമം വേർതിരിക്കപ്പെടണമേ. വിശുദ്ധീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ മറ്റെല്ലാറ്റിൽ നിന്നും വ്യത്യസ്തമാക്കണമേ. ദൈവത്തിൻ്റെ നാമം, ആ നാമം വ്യത്യസ്തമാ. അത് വിളിച്ചപേക്ഷിക്കുന്നവൻ വ്യത്യസ്തമാ. ആ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവരുടെ മറുപടി വ്യത്യസ്തമാണ്. ആ നാമത്തിൽ വിശ്വസിക്കുന്നവരുടെ ജീവിതം വ്യത്യസ്തമാണ്. ആ നാമത്തിൽ ആശ്രയിക്കുന്നവൻ്റെ അനുഗ്രഹം വ്യത്യസ്തമാണ്. അവനൊരു അത്ഭുതമായിരിക്കും നിന്റെ നാമം. നെക്സ്റ്റ് വേണം, നിന്റെ രാജ്യം വരണമേ എന്ന് പറഞ്ഞാൽ ഈ ലോക രാജ്യത്തിൻ്റെ നേരെ എതിരാണ് ദൈവരാജ്യം. ആ ദൈവരാജ്യം വരിക എന്ന് പറഞ്ഞാൽ ദൈവഭരണം വരിക എന്നാണ്. കർത്താവേ, നിന്റെ ഭരണം വരണമേ. നെക്സ്റ്റ് വേർഡാണ് സ്വർഗത്തിൽ പോലെ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും. സ്വർഗത്തെ വലിച്ചു കൊണ്ടുവരണം. അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് കടം, രോഗം, ഭാരം, ഞെരുക്കം, ദുഃഖം ഇവയൊന്നും അല്ല.
അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, 1 or 2 പ്രാർത്ഥനയിൽ തീരും. വേറെ ഘനമേറിയ പ്രാർത്ഥനയുണ്ട്. നിന്റെ രാജ്യം വരണം, നിന്റെ ഇഷ്ടം ഭൂമിയിൽ നടക്കണം. ആമേൻ എന്ന് പറഞ്ഞാൽ ദൈവം നിങ്ങളെ സീരിയസ് ആയ ചില കാര്യങ്ങളിലേക്ക് തിരിക്കുകയാണ്. ഹല്ലേലൂയ. ഞാനിന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു, ചെറിയ ചെറിയ ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചും ചിന്തിച്ചും സമയം കളയരുത്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ സ്വർഗ്ഗം ഇറങ്ങും. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ദൈവ ഇഷ്ടം നടക്കും. അത് നിങ്ങളുടെ വീട്ടിലല്ല, ദേശത്ത് മുഴുവൻ, രാജ്യത്ത് മുഴുവൻ. രാജ്യങ്ങളെ തിരിക്കുവാൻ ശക്തിയുള്ള വ്യക്തിയാണ് നിങ്ങൾ. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയുടെ അതിരുകൾ വിശാലമാകട്ടെ. യെസ്, ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്കകത്ത് ബലം നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രാർത്ഥന അതൊരു ബന്ധമാണ്. ആമേൻ, ആമേൻ. അത് ബന്ധത്തിലായിരിക്കണം. ഹല്ലേലൂയ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, ഇത് കേൾക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം. പിതാവിനോട് പ്രാർത്ഥിക്കാം. ആമേൻ. ശബ്ദം ഉയർത്തി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങളുടെ നല്ല കർത്താവെ, അങ്ങ് ഞങ്ങൾ സ്നേഹിക്കുന്നു. കർത്താവ് ഇന്ന് ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി നന്ദി പറയുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ദൈവവുമായി ഒരു അപ്പനും മക്കളും എന്നുള്ളൊരു ബന്ധത്തിലേക്ക് പരിശുദ്ധാത്മാവെ അങ്ങ് ഞങ്ങളെ നയിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവബന്ധമാക്കി മാറ്റണമേ. കർത്താവെ, ജൽപ്പനകളാകാതെ കർത്താവെ അപ്പനും മക്കളും എന്നുള്ള കർത്താവ് സന്തോഷത്തിൽ തുടരുവാൻ, ആ സ്വാതന്ത്ര്യത്തിൽ തുടരുവാൻ പരിശുദ്ധാത്മാവെ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തി അങ്ങനെ അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് കുടുംബമായിട്ട് പ്രിയ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അവർ രാവിലെ ഈ വചനം കേട്ടിട്ടാണ് അവരുടെ ഇന്നത്തെ ജീവിതം ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ ഇടയിൽ സമയം കണ്ടെത്തിയാണ് ഈ ആമേൻ വചനം കേൾക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. അപ്പാന്ന് വിളിച്ച് അപ്പൽ നിന്നുള്ളത് മുഴുവൻ സ്വീകരിക്കുന്ന മക്കളാകാൻ ഈ മക്കളെ ഒരുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഒരു മനുഷ്യർക്കും പരിഹരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ഈ ദിവസങ്ങൾ പിതാവ് അവർക്ക് ഇറങ്ങി വന്ന് പരിഹരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഒരു പിതാവിൻ്റെ പ്രസൻസ് അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതിനായി സ്തോത്രം. ചിലയിടത്ത് ഇവർ റിജക്റ്റഡ് ആണ്, ചിലയിടത്ത് ഇവർ ഒറ്റപ്പെട്ടു പോയവരാണ്. പക്ഷേ കർത്താവേ, പിതാവേ, നീ ഇവരെ ചേർത്ത് പിടിച്ച് അത്ഭുതമാക്കണമേ. അവരുടെ ദൈവബന്ധം വർദ്ധിക്കട്ടെ, അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങൾ ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കുന്നു, ജോലിയെ അനുഗ്രഹിക്കുന്നു, ബിസിനസ്സിനെ അനുഗ്രഹിക്കുന്നു. അവർ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ. ദൈവകൃപയിൽ പൊതിയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ വചനങ്ങൾ നിങ്ങൾ മറ്റുള്ളവരിലേക്കും എത്തിക്കണേ. ഈ ശുശ്രൂഷകൾ നിങ്ങൾക്ക് വളരെ അനുഗ്രഹമാണെങ്കിൽ മറ്റ് അനേകരിലേക്കും ഇത് എത്തിക്കുക. ഗോഡ് ബ്ലെസ് യു. ഇന്നത്തെ ദിവസം ഏറ്റവും ബ്ലെസ്സിങ് ആയിരിക്കും, ഏറ്റവും നന്മയായിരിക്കും. കർത്താവ് കൂടെയുണ്ട്. ശലോം. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും, ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.